കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീനും കൃഷ്ണയും അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോകാനായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന ഗാഥയുടെ ഫ്രണ്ട്സ് ഗാഥയാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണയോട് നവീനോട് സംസാരിക്കുന്നുണ്ട്. ഗാഥയ്ക്ക് വന്നൊരു ചേഞ്ചിനെ കുറിച്ചൊക്കെ ഗാഥയുടെ ഫ്രണ്ട്സ് നവീനുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പോകാൻ നേരത്ത് അവരെല്ലാവരും കൂടി ഒരുമിച്ചൊരു സെൽഫിയും എടുക്കുന്നുണ്ട്. അത് വാട്സപ്പിലാക്കാമെന്ന് പറഞ്ഞ് ഗാഥയുടെ ഫ്രണ്ട്സ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. ഈ സമയം ആ ഫോട്ടോസ് എങ്ങാനും ഗാഥ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കൃഷ്ണ. പിന്നീട് നവീൻ കൃഷ്ണയും കുട്ടിയും കാറിൽ അവിടെ നിന്നും പോകുവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഗാഥയുടെ ഫ്രണ്ട്സ് വാട്സപ്പിൽ അയച്ച ആ ഒരു പിക്സൊക്കെ കണ്ടിട്ട് കലിപൂണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന ഗാഥേനെയാണ്. മമ്മി, ഇത് കണ്ടില്ലേ? അവളവിടെ നവീനോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുവാണ്. അവളുടെ ചിരി കണ്ടില്ലേ? എൻ്റെ നവീനുമായിട്ട് ഒട്ടു ചേർന്ന് നിൽക്കുന്നത് കണ്ടില്ലേ മമ്മി? അന്നേരം സിത്താര ഗാഥയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗാഥെ നവീൻ നിർബന്ധിച്ചാൽ അവൾക്ക് പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? മമ്മി പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. അവളെ എന്നെയാണ് പേടിക്കേണ്ടത്, അല്ലാതെ അവളെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് ഞാനിത് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ ദേഷ്യത്തിൽ ഗാഥ ഫോണെടുത്ത് കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഈ സമയം കൃഷ്ണയും നവീനും കൂടി ഒരു കടേൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരമാണ് കൃഷ്ണയുടെ ഫോണിലേക്ക് ഗാഥ വിളിക്കുന്നത് കാണുന്നത്. ഗാഥയുടെ കോള് കാണുന്നത് കൃഷ്ണ ടെൻഷനാകുവാണ്. നവീൻ്റെ അരികിൽ നിന്നും കുറച്ച് നീങ്ങി കൃഷ്ണ ഗാഥയുടെ കോള് അറ്റൻഡ് ചെയ്യുവാണ്. നീ നവീനുമായിട്ട് കറങ്ങി നടക്കുവാണല്ലേ? എന്താ നിൻ്റെ ഉദ്ദേശം? ഗാഥ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നീ കൂടുതലൊന്നും പറയണ്ടടി. നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി. എൻ്റെ നവീന എന്നിൽ നിന്നും തട്ടിപ്പറിച്ച് സ്വന്തമാക്കാമെന്നാണ് നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അല്ലടി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഈ സമയം നവീനും ജ്യൂസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണയുടെ മുഖത്തെ മാറ്റമൊക്കെ കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അത് കൃഷ്ണയും കാണുന്നുണ്ട്. കൃഷ്ണ പെട്ടെന്ന് ഗാഥയോട് കൂടുതൽ തർക്കിച്ചൊന്നും നിൽക്കാതെ വേഗം തന്നെ കോള് കട്ടാക്കുവാണ് കേട്ടോ. അതും കൂടി ആവുന്നതോടെ ഗാഥക്ക് അങ്ങ് ദേഷ്യം കൂടുക. ഓ അത് ശരി, അപ്പോൾ നീ ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ എൻ്റെ കോള് കട്ട് ചെയ്യുമല്ലേ? അങ്ങനെ പറഞ്ഞ് ഭ്രാന്തെടുത്ത് നിൽക്കുന്ന ഗാഥയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.